പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
അങ്ങേ വസതിയിൽ കഴിയുവാനെൻ മോഹം മധുരമങ്ങേ മഹിമയിൽ മറയുവാനെന്താകും കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം കാതിലങ്ങേ കരിവിടും കഥകൾ കേട്ടു ലയിക്കണം ദൈവമെന്റെ രക്ഷകൻ ദൈവമെന്റെ നായകൻ ദൈവമെന്റെ ആശ്രയം ദൈവമെന്റെ സർവ്വവും. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിനെയും നാഥായി നീക്കും. സത്യമായ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ പരിപാവനാം ബലവാനേ പരിപാവനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിനെയും നാഥായി നീക്കും. ദൈവമായ കർത്താവിന്റെ സ്തുതി. കർത്താവിൻ പ്രിയനാം നീതിയുള്ളവരേ,
കർത്താവിൽ നിതരാം ശരണമടയ്ക്കുന്നു, ശക്തി ധരിച്ചിടും ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ സത്ഫലമേകും തിരുസഭകൾ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ സത്ഫലമേകും തിരുസഭകൾ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ സത്ഫലമേകും തിരുസഭകൾ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവതത്വം വളർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലരെയും നാഥായി നയിക്കും. ആമേൻ. സ്വർഗീയ ജെറുസലേം, അവസാനത്തെ 7 മഹാമാരികൾ നിറഞ്ഞ 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 മുതലാളികൾ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരൂ, കുഞ്ഞാടിന്റെ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അനന്തരം അവൻ നീളമുള്ള ഒരു വലിയ മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിഷ്ണുമതിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു. അതിന്റെ തിളക്കം അമൂല്യമായ രക്തത്തിലും സൂര്യകാന്ത കളിക്കുന്നതും. അത് സ്ഫടികം പോലെ നിർമ്മലം. അതിന് ബൃഹത്തും ഉന്നതവുമായ മതിലും 12 കവാടങ്ങളും ഉണ്ടായിരുന്നു. ആ കവാടങ്ങളിൽ 12 ദൂതന്മാർ. കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. കിഴക്ക് 3 കവാടങ്ങൾ, വടക്ക് 3 കവാടങ്ങൾ, തെക്ക് 3 കവാടങ്ങൾ, പടിഞ്ഞാറ് 3 കവാടങ്ങൾ. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ കുഞ്ഞാടിന്റെ 12 അപ്പസ്തലന്മാരുടെ പേരുകളും. എന്നോട് സംസാരിച്ചതിന്റെ അടുക്കൽ നഗരവും അതിന്റെ കവാടങ്ങളും മതിലുകളും അളക്കാൻ സ്വർണം കൊണ്ടുള്ള അളവ് പോലുണ്ടായിരുന്നു. നഗരം സമചതുരമായി സ്ഥിതി ചെയ്യുന്നു. അതിന് നീളത്തോളം തന്നെ വീതി. അവൻ ആ കണ്ടുകൊണ്ട് നഗരം അളന്നു. 12,000 സ്ഥാനവും. അതിന്റെ നീളവും വീതിയും ഉയരവും തുല്യം. അവൻ അതിന്റെ മതിലും അളന്നു. മനുഷ്യന്റെ തോതനുസരിച്ച് 144 മുഴം. അത് തന്നെയായിരുന്നു ദൂതന്റെ തോതും. മതിൽ സൂര്യകാന്തം കൊണ്ട്, നഗരം തന്നെ സ്വർണം കൊണ്ട് നിർമ്മിച്ചതും സ്ഫടികത്തിന്റെ നിർമ്മലവുമായിരുന്നു. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ എല്ലാത്തരം രത്നങ്ങൾ കൊണ്ടും അലങ്കൃതം. ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് ഇന്ദ്രനീലം, മൂന്നാമത്തേത് വൈഡൂര്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് ഗോമേതകം, ആറാമത്തേത് മാണിക്യം, ഏഴാമത്തേത് ചന്ദ്രകാന്തം, എട്ടാമത്തേത് കർത്തരാഗം, ഒൻപതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് പവിഴം, 11-ാമത്തേത് വജ്രം, 12-ാമത്തേത് സൗന്ദര്യം. 12 കവാടങ്ങൾ 12 മുത്തുകളായിരുന്നു. കവാടങ്ങളിൽ ഓരോന്നും ഓരോ മുത്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരുന്നു. നഗരത്തിലെ തെരുവീതി 5 സ്ഫടികമായ കൽത്തങ്കമായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വചനഘോഷം തുടങ്ങുകയാ, വചനമാരി പെയ്യുകയാ, ഹൃദയമാകും വയലിൽ കതിരുപോൽ വിളയട്ടെ. നിൻവചനം തിരുവചനം. വചനഘോഷം തുടങ്ങുകയാ, വചനമാരി പെയ്യുകയാ, ഹൃദയ
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 10-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. യേശു തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാൻ, എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാൻ അവർക്ക് അധികാരം നൽകി. ആ 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ: ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശമയോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, സബദിയുടെ പുത്രനായ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയ, തോമസ്, ചുങ്കക്കാരൻ മത്തായി, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദ്ദേവൂസ്, കാരൻകാരൻ ശിമിയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത. ഈ 12 പേരെ യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതിയുടെ അടുത്തേക്ക് പോകരുത്, സമരിയക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും വരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആളുകളെ അടുത്തേക്ക് പോകുമ്പോൾ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുകയും, രോഗികളെ സുഖപ്പെടുത്തുകയും, മരിച്ചവരെ ഉയർത്തുകയും, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും, പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുകയും. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുകയും. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യരായവർ ആരായെന്ന് അന്വേഷിക്കുകയും അവിടെ വിടുന്നവരെ അവരോടുകൂടെ താമസിക്കുകയും ചെയ്യുകയും. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രമിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടു പോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടി കളയും. വിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോദോം ഗൊമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസം ഉണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തമ്പുരാൻ കൂടെയുണ്ടാകും. ഈശ്വരസിഹായിലെ സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്ന് അപ്പസ്തോലന്മാരുടെ തിരുനാൾ ദിനമാണ്. അപ്പസ്തോലന്മാരുടെയിലൂടെയാണ് സഭ വളർന്നത്. അതുകൊണ്ട് തന്നെ കൈത്താക്കാലം ആദ്യ ഞായറാഴ്ച സഭ 12 സ്ത്രീഹന്മാരുടെ തിരുനാളായിട്ട് ആഘോഷിക്കുന്നു. കത്തോലിക്ക സഭയുടെ 4 സവിശേഷതകൾ: സഭ ഏകമാണ്, സഭ പരിശുദ്ധമാണ്, സഭ സാർവത്രികമാണ്, സഭ ശ്ലൈംഗികമാണ്. സഭ ശ്ലൈംഗികമാണ് എന്ന് പറഞ്ഞാൽ സഭ 12 അപ്പസ്തോലന്മാരാകും നെടുതൂണിൽ പടുത്തുയർത്തപ്പെട്ടതാണ് കത്തോലിക്ക സഭ. മറ്റൊരു വാക്കിൽ പറഞ്ഞ് സഭ എന്നും അത് പൗരസ്ത്യ സഭയായാൽ പാശ്ചാത്യ സഭയായാൽ സഭകൾക്കെല്ലാം അപ്പസ്തോലന്മാരുടെ പിന്തുടർച്ച അവകാശം ഉണ്ടായിരിക്കണം. അപ്പസ്തോലന്മാരുടെ പിന്തുടർച്ച അവകാശമില്ലായെങ്കിൽ ആ സഭ കത്തോലിക്ക സഭയായി വിശേഷിപ്പിക്കപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ സഭ തോമാസ് ശ്ലീഹായുടെ പൈതൃകം അവകാശപ്പെടുന്ന സഭയാണ്. രണ്ടാമതായി ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്: ദാനമായി കിട്ടി, ദാനമായി കൊടുക്കുക. ശ്രീഹന്മാരെ പോലെ തമ്പുരാനെ കൊടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ദാനം എന്നത് പുണ്യപ്രവൃത്തികളാണ്. നമുക്കറിയാം, വിവിധ തരം പുണ്യപ്രവൃത്തികൾ നമ്മൾ ചെയ്യാറുണ്ട്.
പൈസ കൊടുക്കാറുണ്ട്, അന്നദാനം കൊടുക്കാറുണ്ട്. അന്നദാനം എന്നത് പുണ്യദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് കാണുക. അതുകൊണ്ട് തന്നെയാണ് സന്യാസികൾക്ക് അനാഥ മന്ദിരങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും എല്ലാം ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യദാനമായ അന്നദാനം നൽകുക. മരിച്ചു കഴിയുമ്പോൾ 7-നും 40-നും ആണ്ടിനും നമ്മൾ ആണ്ടുചാട്ടം നടത്തി പുണ്യദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അന്നദാനം നടത്തുന്നതും ഇതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. തമ്പുരാൻ പറയുകയാണ്, ദാനമായി കിട്ടിയത് ദാനമായി കൊടുക്കുക എന്ന്. മൂന്നാമതായിട്ട് തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സമാധാനം കൊടുക്കുവാനായിട്ടാണ് ഈ ശിഷ്യന്മാരെ അയക്കുക എന്ന്. നിങ്ങൾ എവിടെയൊക്കെ ചെല്ലുന്നുവോ അവർക്ക് സമാധാനം കൊടുക്കുക. നമ്മുടെ വീട്ടിൽ സമാധാനമുണ്ട് എങ്കിൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞ് തമ്പുരാനുണ്ട് എങ്കിൽ അവിടെ അവന്റെ സമാധാനം കുട്ടികൊള്ളും. സമാധാനം കൊടുക്കുക എന്നതിനർത്ഥം തമ്പുരാനെ കൊടുക്കുക, ദൈവത്തെ കൊടുക്കുക, ദൈവത്തിന്റെ സന്ദേശം ആ ഭവനത്തിന് കൊടുക്കുക എന്നതാണ്. അവരെ കൊടുക്കുവാനായിട്ട് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സമാധാനമുണ്ടാകും, അവിടെ സന്തോഷമുണ്ടാകും, അവിടെ സ്നേഹമുണ്ടാകും, അവിടെ ബന്ധമുണ്ടാകും. അവിടെ തമ്പുരാനിലായെങ്കിൽ തീർച്ചയായിട്ടും അസ്വസ്ഥതകളായിരിക്കാം, വഴക്കായിരിക്കാം, സംശയമായിരിക്കാം, മത്സര ബുദ്ധിയായിരിക്കാം, വാശിയായിരിക്കാം. ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്, തമ്പുരാനെ ലഭിക്കുന്ന അല്ലെങ്കിൽ തമ്പുരാൻ ആയിരിക്കുന്ന ഭവനമായിരിക്കണം നാം ഓരോരുത്തരുടേത്. പല ഭവനങ്ങളും എഴുതപ്പെടാറുണ്ട്, ഈശോ ഈ ഭവനത്തിന്റെ നാഥനെന്ന്. ഈശോ ഭവനത്തിന്റെ നാഥനാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ചൈതന്യം ആ ഭവനത്തിൽ ഉറപ്പായും കുട്ടികൊള്ളുമെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാലാമതായിട്ട് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, തിക്താനുഭവങ്ങളിൽ തളരരുത് എന്ന്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ ബോധ്യത്തോടുകൂടി അവരെ അയക്കുമ്പോൾ തീർച്ചയായിട്ടും തിക്താനുഭവങ്ങൾ സംഭവിക്കാം. ആ തിക്താനുഭവങ്ങൾ തളർന്നു പോകാതെ തങ്ങളുടെ ദൗത്യം മുന്നിൽ കണ്ടുകൊണ്ട് തമ്പുരാൻ ഉടയുണ്ട് എന്ന ബോധ്യത്തിൽ തന്നെ തമ്പുരാനെ വഹിക്കുവാനായിട്ട് സാധിക്കണമെന്ന് ഈശോ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ശിഷ്യന്മാർ അപ്രകാരം തന്നെ പ്രവർത്തിക്കുകയാണ്, സഭ വളർത്തുകയാണ്. ആ സഭയുടെ വളർച്ചയിൽ നാം ഇവിടെയെല്ലാം ആയിരിക്കുന്നു. തമ്പുരാനോടൊപ്പം നമുക്കും തമ്പുരാനെ പ്രതീക്ഷിക്കാം. സ്ത്രീമാരെ പോലെ ദൈവം കൂടെ ഉണ്ടാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും സാധനപ്പെടുന്ന കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ നടത്താൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെ എതിർക്കുകയും നേരിടുന്നതിനും പ്രേക്ഷിത ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തനാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സഭയോട് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിവുന്ന പങ്കാളികളാവാനുള്ള സന്മനസ് ദൈവജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യം വളർത്തി ഏക സത്യവിശ്വാസത്തെ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്ലീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവയുടെ നേതൃത്വമായി സുവിശേഷവേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യവാനാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധായ സഭയുടെ നേതാവിനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് ബാബായും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മേധാവി ബിഷപ്പ്മാർ റാഫേൽ മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ അതിരൂപത അപ്പോസ്തലിക അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ മുദ്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും മാറ്റുകയും നമ്മൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായേ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ
നമ്മുടെ പാപങ്ങളുടെ കാര്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. തമ്പുരാന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. തമ്പുരാനെ കൊടുക്കുവാൻ, തമ്പുരാനെ സ്വീകരിക്കുവാൻ, അവരുടെ ചൈതന്യത്തിൽ ജീവിക്കുവാൻ ആവശ്യമായ കൃപ അവരോട് യാചിക്കാം. അങ്ങയുടെ ആദ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പീഠാനുഭവത്തിലെയും മരണത്തിലെയും സംസ്കാരത്തിലെയും ഉത്ഥാനത്തിലെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനാഥനാ ഏകദൈവമേ, വിശ്വസിപ്പുമാത്യനാ ഞങ്ങൾ അങ്ങയിൽ Crucifixion,
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷേകം നിറവേറ്റുവാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഇവയെ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചു സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുന്നവരും സ്വീകരിക്കുന്നവരാകുന്നവരും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശ്വാസ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനമാക്കിയിരിക്കുവിൻ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാവിൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ശരാശര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. കർത്താവായ ദൈവമേ, അങ്ങയുടെ സമൃദ്ധമായ കൃപ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ. അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിസ്സാരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസി
ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ വാങ്ങി ഭക്ഷിക്കുകയും അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ വാങ്ങി പാനം ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങൾക്ക് ആവശ്യമായ തിരുനാമത്തിൽ സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകനെ അമൂല്യമായ ശരീരങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അല്ലാത്തവരോടാവുന്ന ശ്രദ്ധത്തോടെ അപരാധങ്ങളിൽ തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങളോട് ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെ നാമനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ശത്രുതയും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. സ്വീകരിക്കുകയും പശ്ചാത്തലമായ പത്രിക വരികയും ചെയ്യാം. യോജിപ്പുടെ
നിത്യജീവന കാരണമാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടെ ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ നല്ല ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്ന മനോവിശ്വാസത്തോടു കൂടി അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. സുഖസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പ്രകാശിക്കുകയും സഭയിൽ അവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവിശ്വസിഹായുടെ കൃപാവരം അവളുടെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. മിശിഹായ ശരീരവും കടങ്ങളുടെ പുറത്തേക്കും നിത്യജീവനും കാരണമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടും എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയെ
പിന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. പിന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാകുവാൻ ആരോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാകുവാൻ ആരോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം. അറിയിപ്പുകൾ. കഴിഞ്ഞ ആഴ്ചയിലെ സ്വപ്രകാശം 5154 രൂപ, ഹിന്ദി കുർബാന 3694 രൂപ, മാതൃസംഘംകായ സമർപ്പണം 480 രൂപ, 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളും അവരുടെ പേരൻസും ടീച്ചേഴ്സും 1090 രൂപ, സെന്റ് ആന്റണീസ് സ്കൂൾ യൂണിറ്റ് 4600 രൂപ, ദുഃഖാട തിരുനാൾക്കായ സമർപ്പണം 2190 രൂപ, സെന്റ് തോമസ് സ്കൂൾ യൂണിറ്റുകായ സമർപ്പണം 4440 രൂപ. ഈ കുർബാനയ്ക്ക് ശേഷം സെൻട്രൽ കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. സെന്റ് ജോസഫ് സ്കൂൾ യൂണിറ്റ് 3 മണിക്ക് ചക്കോ പി മാണിയുടെ വസതിയിൽ വെച്ച് സമ്മേളിക്കുന്നതാണ്. സെന്റ് മേരീസ് ഫാമിലി യൂണിറ്റ് ഇന്ന് 5 മണിക്ക് ശ്രീമതി സോഫി ജോസ് കരിമല ചോദ്യത്തിൻ്റെ ഭവനത്തിൽ സമ്മേളിക്കുന്നതാണ്. അടുത്ത ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് പാരിഷ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. മരണാന്തര സഹായ സംഘം ആരംഭിക്കുകയാണ്. അതിൻ്റെ പ്രഥമ ഓഹരിയായിട്ട് മെമ്പർഷിപ്പ് ഫീ ആയിട്ട് 500 രൂപ യൂണിറ്റ് ഭാരവാഹികൾ വഴി പള്ളിയിൽ ഏൽപ്പിക്കുക. ഒരു മരണം സംഭവിക്കുമ്പോൾ 100 രൂപയാണ് മരണാന്തര സഹായ സംഘത്തിലെ അംഗം മരിച്ച 100 രൂപയാണ് നൽകേണ്ടത്. 15,000 രൂപയായിരിക്കും മരിച്ച ഇയാളുടെ കുടുംബത്തിന് നൽകുന്നത്. ഇടവക വരിസംഖ്യ മാസവരി മുടക്കം എത്തിയിരിക്കുന്നവർ ദയവായിട്ട് അത് നൽകണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. കുരിശിക തീർത്തു പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ സെമിത്തേരിയിലെ കല്ലറ നിർമ്മാണത്തിനുള്ള തുക നൽകാതെ അറിയിച്ചിരിക്കുന്നത് നൽകണമെന്നും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപാദാനം ദീർഘവും പരിശുദ്ധവും ജീവിതവും ദൈവികമായ രഹസ്യമായി സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാകപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവിടെ തഥായ ദൈവത്തിന് സ്തുതിയെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും രക്ഷകനാഥനുമായി ഈശോമിശിഹായി സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ പൂർത്തിക്കായി അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി അങ്ങേക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടുകൂടി അങ്ങനെ തിരുനാമം വിളിച്ച് അപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിച്ച് നിത്യസൗഭാഗ്യ അർഹരാകുവാനും ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. വഴി നമ്മൾ കേൾക്കി നവജീവൻ ദിവ്യദിനത്താൽ ഗാത്രത്താൽ നൽകി വിണ്ണിൻ സമ്പത്തും തിരുവചനത്താൽ കനിവോടെ നന്യത നൽകി ലോകത്തിൽ സുവിശേഷത്തിൻ സാക്ഷികളാൽ ജീവിത വീതിയിൽ നീങ്ങിടുവാൻ വിശ്വാസത്തിലധിഷ്ഠിതമാ സ്നേഹസമൂഹം തീർത്ത
വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കടകളുടെ